ഹായ് ഗൈസ്, സാൻഡ്ര മേഘം പുറത്തുനിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ എനിക്ക് ലീവ് കിട്ടാനായിട്ട് പുറത്ത് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ഫാമിലി ടൈം കിട്ടിയിട്ടില്ല. ആറ്റുനോറ്റൊരു ഹോളിഡേ കിട്ടി അന്ന് രാവിലെയാണ് ഇവരോട് വിളിച്ച് പറയണത് ഇവർക്ക് ആന്ധ്രാപ്രദേശ് മെഡിക്കൽ കോളേജിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ സെലക്ഷൻ കിട്ടിയെന്ന്. സോ നാളെ എത്തണമെങ്കിൽ ഇന്ന് രാത്രി ട്രെയിൻ കയറണം. ഇന്റേൺഷിപ്പ് അവിടെ 10 days ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ടായി. രാത്രി 11 മണിക്കാണ് ട്രെയിൻ. തിരിച്ച് വീട്ടിലെത്തി പാക്കിങ്ങും ചെയ്യാനുണ്ട്. സ്റ്റുഡിയോ ചെന്നതും ആദ്യം കണ്ണുടക്കിയത് ജേഴ്സി തന്നെയായിരുന്നു. ഇവർക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നെങ്കിലും ഇടയിൽ കൂടെ ഞാൻ ഒപ്പിക്കുമല്ലോ, അതാണല്ലോ ഇവിടുത്തെ ഒരു ആചാരം. പിന്നെ ഞങ്ങൾ പോയത് വിശാലിലോട്ടാണ്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് വീട്ടിലോട്ടും കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു. ഇതെന്ത് ഭ്രാന്താന്ന് എനിക്കറിയില്ല, സമയമില്ലാത്ത നേരത്തെ ഓരോ ഭ്രാന്ത്. അങ്ങനെ മേടിച്ച സാധനങ്ങളെല്ലാം ബക്കറ്റിലും കയ്യിലും ഇറക്കിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 7 മണി എന്തോ ആയി. ഇനി വീട്ടിൽ ചെന്നിട്ട് പാക്ക് ചെയ്തിട്ട് വേണം വേഗം ഇറങ്ങാൻ. വീട്ടിലെ പാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ഞാനാണ്. എൻ്റെ ഫേവറേറ്റ് തിങ്ങും ഇവർക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പാക്കിംഗ്. എന്തോ അടക്കിപ്പെറുക്കി വയ്ക്കുമ്പോൾ ഒരു സുഖം കിട്ടും. ആക്ച്വലി അത് മാത്രമല്ല, ഞാൻ പാക്കിംഗ് ചെയ്തില്ലെങ്കിൽ ഞാൻ അറിയാണ്ട് എൻ്റെ എന്തെങ്കിലും ഡ്രസ്സ് ഇവർ അടിച്ചു മാറ്റിക്കൊണ്ടു. അത് ഞാൻ സമ്മതിക്കൂല. പിന്നെ ഞാൻ ഇവരുടെ സ്റ്റോറിയിലും പോസ്റ്റിലും കാണുമല്ലോ എൻ്റെ ഡ്രസ്സ്. ആക്ച്വലി ഞങ്ങൾ കുറച്ച് നേരത്തെ സ്റ്റേഷനിലോട്ട് ഇറങ്ങി. മൺസൂൺ സീസൺ ആയതുകൊണ്ട് എല്ലാ ട്രെയിനും ആപ്പിൽ കാണിക്കുന്നതിലും നേരത്തെ ആക്കിയെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു. സോ റിസ്ക് എടുക്കാതെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. ഭാഗ്യത്തിന് വന്നാൽ നന്നായി. 10:45 ട്രെയിൻ എത്തി. സോ ഒരു 10 ദിവസം വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങാന്നുള്ള ആശ്വാസത്തിൽ ബൈ പറഞ്ഞു പോന്നു.